നമസ്കാരം. ഞാൻ പ്രസാദ്, പന്തളം അന്നപൂർണ ജ്യോതിഷാലയത്തിൽ നിന്നും. അപ്പോൾ 1200 ആണ്ട് മീനമാസം 15-ന് 2025 മാർച്ച് 29 ശനിയുടെ രാശിമാറ്റമാണ്. ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ മാറ്റം പല രാശിക്കാർക്കും ഗുണവും ദോഷവും കൊണ്ടുവരും. ശനിയെക്കുറിച്ച് മന്ദോ അലസ എന്ന് പറയും. ശനിദശാകാലത്തും ശനി ദൃഷ്ടി ചെയ്യുന്ന സമയവും അലസത വന്നുകൂടും എന്ന് സാരം. ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലം 2.5 വർഷമാണ്. അത്രയും സാവധാനമാണ് ശനിഗ്രഹത്തിൻ്റെ സഞ്ചാരം. അതിനാൽ ശനി ദൃഷ്ടിയിൽ വരുമ്പോഴും ശനി ദശാകാലത്തും സാധാരണ അലസ സ്വഭാവം പിടിപെടുന്നതായി കാണാം. ഈ ശനിമാറ്റം ചിലർക്ക് ഗുണകരവും ചിലർക്ക് ദോഷഫലവും ഉണ്ടാക്കുന്നു. അത് ആരെന്ന് നോക്കുകയാണിവിടെ. ഇടവ രാശിക്കാർക്ക് ഈ മാറ്റം ഗുണകരമാകും. രാശ്യാധിപ ബന്ധുവായ ശനി ലാഭരാശിയിലേക്ക് വരുന്നത് ഭാഗ്യാനുഭവങ്ങൾക്കും കർമ്മമേഖലയിലെ പുഷ്ടിക്കും ഗുണകരമാണ്. ഇടവമാസം തൊട്ട് ഇടവക്കൂറുകാർക്ക് ഗുണകരമായ സമയമാണെന്ന് സാരം. അടുത്തത് തുലാം രാശിയിൽ ജനിച്ചവരാണ്. ചിത്തിരയാര, ചോതി, വിശാഖത്തിൽ മുക്കാൽ തുലാം രാശിയുടെ ഉച്ചാവകാശിയായ ശനി 6-ാം രാശിയിൽ നിൽക്കുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. ഗ്രഹപുഷ്ടിയും സന്താനഗുണവുമൊക്കെ ഇവരെ തേടി വരും. ഇവിടെ നമ്മൾ ശനിയുടെ മാത്രം ഫലങ്ങളാണ് ചിന്തിക്കുന്നത് എന്നത് മറക്കരുത്. അടുത്തത് മകരൻ രാശിക്കാരാണ്. ലഗ്നാധിപനായ ശനിയും ധനാധിപനായ ശനിയും 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യക്തിപരമായും ധനപരമായുമുള്ള പ്രകടമായ മാറ്റം ഈ കൂറുകാർക്ക് കൊണ്ടുവരും. കർമ്മപുഷ്ടിയും വന്നു ചേരും. കുറച്ച് കടങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇനി ഇത്രയും രാശിക്കാരാണ് ശനിയുടെ മാറ്റം കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഇനി ദോഷഫലങ്ങൾ വരുന്ന രാശിക്കൂറുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് മേടക്കൂറുകാരാണ്. ഏഴര ശനികാലം തുടങ്ങുകയാണ് ഇവർക്ക്. അധിക വ്യയം വന്നു ചേരാം. കർമ്മമേഖലയിൽ ദുരിതങ്ങളും വരും. ഇണയ്ക്ക് ചില പ്രയാസങ്ങൾ വരാം. ലാഭങ്ങളും കുറയാം. വളരെയധികം ദുരിതമായ കാലത്തിൻ്റെ തുടക്കമാണിത്. 7.5 വർഷത്തേക്കുള്ള ഏഴരശ്ശനി തുടങ്ങുകയാണ്. അതുകൊണ്ട് ശാസ്താനടയിൽ മാസം തോറും നീരാഞ്ജനം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അടുത്തത് മിഥുനം രാശിയാണ്. ഇവർക്ക് കണ്ടകശനി തുടങ്ങുന്നു. ഗ്രഹസ്ഥാനത്ത് ചിന്തിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വരാം. കർമ്മസ്ഥാനത്തും പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല. മേലധികാരികളോട് ഇടപഴകുന്നത് പിണക്കത്തിലേക്ക് വരാതെ ശ്രദ്ധിക്കണം. ഇണകൾ തമ്മിലും അതുപോലെ പിണക്കവും അസ്വാരസ്യങ്ങളും ഉടലെടുക്കാം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. അഷ്ടമ ശനിയാണ് ഇവർക്ക്. രോഗസ്ഥാനവും മാരകസ്ഥാനവും വഹിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കഠിനമായ ദുരിതങ്ങളെ വരുത്തിവെക്കും. ചിങ്ങം രാശിനാഥൻ്റെ ശത്രുവും കൂടിയായ ശനിയെ വളരെയധികം ശ്രദ്ധിക്കണം. ആയുർദുരിതം വരെ കൊണ്ടുവരാവുന്ന ശനിയാണിത്. അതുകൊണ്ട് തന്നെ മാസം തോറും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനവും ഇടയ്ക്കിടയ്ക്ക് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കണ്ടകശനിയാണ് ഇവർക്ക് തുടങ്ങുന്നത്. ഇവർക്കും ഗ്രഹസ്ഥാനത്തും കർമ്മരാശിയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ ശനിയെക്കൊണ്ട് സാധിക്കും. വ്യാഴമാറ്റം ഈ ദുരിതങ്ങളിൽ കുറച്ച് കുറവ് വരുത്താമെങ്കിലും കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ ഇവരെയും ബാധിക്കുന്നതാണ്. ഇണയുമായും കലഹങ്ങളുണ്ടാകാം. ഇവരും വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തത് കുംഭം രാശിക്കാരാണ്. ധനപരമായി ഇവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന ശനിയാണിത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ കലഹത്തിലേക്ക് പോകാം. ലഗ്നാധിപൻ്റെ ഗുണവും ദുരിതരാശിയുടെ ദുരിതവും ഈ ശനി കൊണ്ടുവരും എന്നത് മറക്കരുത്. അടുത്തത് മീനൻ രാശിക്കാരാണ്. ഇവർക്ക് ജന്മലഗ്നത്തിൽ നിൽക്കുന്ന ശനിയാണ്. ദുരിത കാരകനാണ്. അലസത വരും. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് മന്ദഗതി വരും. അപവാദം, അപമാന, സ്ഥാനഭ്രംശം തുടങ്ങിയ ഫലങ്ങളും ഇവർക്ക് വന്നു ചേരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ കാലം കൈകാര്യം ചെയ്യാനായിട്ട്. ഇണയുമായി കലഹിച്ച് പിണങ്ങി മാറാതെ ശ്രദ്ധിക്കണം. ഇത്രയും രാശിക്കാർക്കാണ് ശനിമാറ്റം ദുരിതം വരുത്തി വയ്ക്കുന്നത്. ഇനി പരിഹാരമായി കണ്ടകശനിയുള്ളവർ മാസം തോറും ശിവക്ഷേത്രത്തിൽ ദർശനം മുടങ്ങാതെ നടത്തുക. ശംഖാഭിഷേകം, ഭാഗ്യസൂക്താർച്ചന ഇവകൾ നടത്തുകയും വേണം. കുംഭ, മീന, മേടക്കൂറുകാർ ശാസ്താനടയിൽ മാസം തോറും നീരാഞ്ജനം നടത്തുക. ജന്മജാതകത്തിൽ അനുകൂല ശനിയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ദുരിതങ്ങൾ ബാധിക്കില്ല എന്നുകൂടി പറയട്ടെ. ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതും ശനിമന്ത്രം ദിവസവും ചൊല്ലുന്നതും ശനിയുടെ ദുരിതത്തിന് ശാന്തി വരുത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.